morning. Welcome to my channel. Hi, say good morning. Annie, good morning, Barney. Georgie, good morning. Georgie, good morning. Lollipop, Barney. Lollipop. Kanda, lollipop. What is Mama's name? What is Papa's name? What is your brother's name? What is your name? Jeep. Okay. So, അപ്പോൾ നമ്മൾ വെൽക്കം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. ബേബീസിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, പുറത്തേക്ക് പോകാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്. ആക്ച്വലി മമ്മക്ക് എക്സൈറ്റ്മെന്റ് ആണ്, അതുകൊണ്ടാണ് മക്കൾക്കും എക്സൈറ്റ്മെന്റ് ഉള്ളത് പോകാനായിട്ട്. യാത്ര അവർക്കും ഇഷ്ടമാണ്. എനിവേ, അപ്പോൾ നമ്മള് ഇന്ന് എവിടേക്കാ പോകുന്നതെന്നുള്ളത് തന്നെയാണ് സത്യം. ഫസ്റ്റ് നമ്മൾ പോകുന്ന ഒരു പള്ളിയിലേക്കാണ്. പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാ പോകുന്നത് കാണിച്ചു തരാം. ഓക്കേ, ബൈ 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 പറഞ്ഞേ. നോ ടിഷ്യൂ ഇപ്പോഴേ പിന്നെ ടിഷ്യൂ ആണ്. ഓക്കെ, ബിക്കല്ല ബ്രിഡ്ജ്, മട്ടാഞ്ചേരി ബ്രിഡ്ജ്. മട്ടാഞ്ചേരി ബ്രിഡ്ജ്. അങ്ങനെ ഇപ്പൊ നമ്മള് ഫോട്ടോ വെച്ച് എത്തിയല്ലേ. അടിപൊളി, ഫുൾ ലൈറ്റാണ്. ഓക്കെ, നീ മുന്നേ തിരക്കാന്ന്. ഇതൊരു ആർട്ട് ഗാലറിയാണിത്. സൂപ്പർ അല്ലേ? ഈ സ്ഥലം മറ്റേ ആക്ഷൻ ഹീറോ ഉണ്ടായിരുന്നു അല്ലേ? ഈ ഒരു ഇതാണെന്ന് തോന്നുന്നു. അതന്നെ, ഇവിടെയൊക്കെ ആ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഭയങ്കര ഭംഗിയാണ് ഈ കാണാൻ. നോക്കി, ഒക്കെ ഫോറിൻ കൺട്രീസ് പോലെയാണ് ഇതിൻ്റെ ഇതൊക്കെ ഇരിക്കുന്നത്. KL Arshal Road. ഇന്ന് ഇന്നലെ നമ്മൾ ഫോട്ടോ വെച്ചെല്ലാം പോയി നല്ല സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ച് വന്നു. രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വയറുവേദന. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര വയറുവേദന. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഫൈബ്രോയിഡ്സ് ആണ്. അപ്പോൾ ഫൈബ്രോയിഡ്സ് റിമൂവ് ചെയ്യണം. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പെട്ടെന്ന് ഇന്ന് രാവിലെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോയി കുട്ടികളെ വിട്ട ശേഷം എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഇന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന്. ഞാൻ വേഗം ഡോക്ടറിനെ വിളിച്ചു ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ചടാന്ന് പിള്ളേരിപ്പോൾ സ്കൂളിലാണ്. നമ്മൾ വേഗം തന്നെ കക്കറിച്ച് ഫ്രൈ ചെയ്തു. റൈസ്, രസം, പിന്നെ എന്താണ് വൻപയർ, ഇതെല്ലാം കൂടെ ഒലത്തി നമ്മൾ എടുത്ത് കൊണ്ട് യാത്രയ്ക്ക് പോയി കഴിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വേഗം വാഴയൊക്കെ വാട്ടിയെടുത്ത് നമ്മൾ എൻ്റെ ഓപ്പറേഷന് വേണ്ടി പോവാണ്. എന്നാ അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് നിർത്തണ്ടല്ലോ. ഇനി എവിടെയെങ്കിലൊക്കെ നിർത്തി ഇനി കഴിച്ചൊക്കെ വരുമ്പോൾ ശരിയാകത്തില്ല. അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് തന്നെ ഞാൻ എടുത്തിട്ടു. പിള്ളേരെ സ്കൂളിൽ വിട്ടിരിക്കുക. പിള്ളേർ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് ഇപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞോളൂ ഞാനിങ്ങനെ ഫൈബ്രോയിഡ്സ് എടുക്കാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള റൈസ് ഞാൻ ടേബിളിലെടുത്ത് വെക്കുവാണ്. 1 ഡേ അഡ്മിഷൻ ആയിരിക്കും എന്തായാലും. അപ്പോൾ അങ്ങനെ ഇരിക്കും. വേറെ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ വേറെ എന്താ, അതൊക്കെ തന്നെയാണ്.
അപ്പോൾ മദറിന് പ്രായമായിരുന്നു, പിന്നെ മദറിനെ ടെൻഷൻ അടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ മദറിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. മദറിനെ ടെൻഷൻ അടിപ്പിക്കേണ്ടതെന്ന് നോക്കുക. ബാക്കി വഴിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ 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 പറയാം. ഓക്കെ ഓക്കെ. ഹലോ, അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മണി ഇപ്പോൾ കറക്റ്റ് 12:15. നമ്മൾ 12:15 നമ്മൾ സ്കൂളിലെത്തും. പക്ഷെ ഇന്നിപ്പോൾ കുറച്ച് വൈകിപ്പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കെട്ടിയെടുക്കണം. ബിക്കോസ് രാവിലെ പ്ലാൻ ചെയ്താണല്ലോ ഇത് പെട്ടെന്ന് പോകണമെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി. ബിക്കോസ് ഈ ഓൺ ദ വേ നമ്മളൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോഴത്തേക്കും ഒരു സുഖം, ഇവന്തോ നമ്മൾ റിവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഒരു സുഖം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാടാണ് എനിക്ക് പരിചയമുള്ള സർജൻ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഉള്ളിലൊരു ടെൻഷനുണ്ട്. പിന്നെ ടെൻഷൻ തന്നെ ഉള്ളത്, വേറെ എന്താ. അപ്പോൾ ബേബീസിനെ ഈ വണ്ടിക്കകത്ത് ഇനി കുളിപ്പിക്കാൻ പറ്റില്ല. സ്കൂളിൽ നിന്ന് എപ്പോൾ വന്നാലും കുളിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കഞ്ഞി കയ്യിലെടുത്തിട്ടുണ്ട്. നാളെ അവർക്ക് എന്തായാലും ക്ലാസ്സിൽ വിടാൻ പറ്റത്തില്ല, മറ്റന്നാൾ വിടാൻ പറ്റത്തില്ല. 2 ദിവസം അവർക്ക് ലീവായിരിക്കും. എന്തായാലും കഞ്ഞി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി കൊടുക്കണം. കഞ്ഞി കൊടുത്തിട്ട് വേണം നമുക്ക് ഓൺ ദ വേ എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫുഡൊക്കെ എല്ലാം എടുത്ത് നമ്മൾ വെച്ചു. വേറെന്താ കാര്യം, വേറെ ഇനിയിപ്പോൾ സ്കൂളെത്തുമ്പോൾ കാണാം കേട്ടോ. അവരുടെ ഒരു സന്തോഷം നമുക്ക്. ഇന്നത്തെ രാവിലെ നമ്മൾ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എടുക്കണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒന്നാമത് ഭയങ്കര സ്റ്റമക്ക് പെയിൻ ആയിരുന്നു. എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ മാമിനെയൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര രസമുള്ള ഡ്രസ്സ് എന്തായിരുന്നു, നല്ല സൂപ്പർ ഡ്രസ്സ്. അതും ആൻ്റണി മാവയുടെ മീനു മാമ വന്നിട്ട് നല്ല അടിപൊളി ഒരു കോഡ്രോയുടെ പാൻറ്റൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാനൊരു വ്ലോഗ് എടുത്തില്ലല്ലോ എന്നുള്ള അപ്പോഴാണ് ആലോചിച്ചത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും. പക്ഷെ വീട്ടിലെത്തുന്ന വരെ എൻ്റെ മൈൻഡിൽ അതുണ്ടായിരുന്നില്ല. തിരിച്ച് പോയി അവിടെ പിക്ക് ചെയ്ത് വരണമെന്ന് മാത്രമേ. പക്ഷെ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ, എനിക്ക് ഇന്നലെ രാത്രി കിടക്കാൻ പറ്റില്ല, ഭയങ്കര പെയിനാണ്. ബിക്കോസ് എൻ്റെ കൂടെ കിടക്കുന്ന ഈ പെങ്കൊച്ചാണ്, ഇത് കാണുന്നുണ്ട് ഞാൻ രാത്രി കിടന്ന് വിഷമിക്കുന്നത്, വേദന എടുത്തിട്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ രാവിലെ ഡോക്ടറിനെ വിളിച്ചിട്ടൊന്ന്, വയറ് വേദനയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറിനെ വിളിച്ചിട്ടൊന്ന് നോക്കാം. അപ്പം വിളിച്ചപ്പോഴത്തേക്കും സർജറി ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നാളെ വരാം. ബിക്കോസ് എനിക്ക് അടുത്ത ആഴ്ചയാണെങ്കിലും ഹസ്ബൻഡിനും യാത്രയുണ്ട്. അപ്പോൾ അത് വീട്ടിലുണ്ടെങ്കിൽ ഒരു സമാധാനം. എന്തായാലും ഈ ആഴ്ചയും കൂടെ ഒന്ന് പിള്ളേർക്ക് പോയി കിട്ടി. ഓണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് ഈ കാണുന്നത്. ഓണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മൺഡേ ആണ്. എന്ന് വെച്ചാൽ ഇന്ന് 23rd ആണ്. നമ്മൾ ഈ വ്ളോഗ് എടുക്കുന്നത് 23rd ആണ്. ഓക്കെ. അപ്പോൾ സർജറി പറഞ്ഞിരിക്കുന്നത് 24th ആണ്. 24th കാര്യം ഞാൻ അവിടെ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് സർജറിയുടെ സമയമാകുമ്പോഴത്തേക്കും ഞാൻ പറയാം. ഓക്കെ, എന്താണ് അതിനുള്ള കാരണം. ഇത് എപ്പോഴും നടക്കുന്ന ഒരു റീസൺ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു സർപ്രൈസും ഒരു മിറാക്കിളും ആണ്. അത് എന്താണെന്ന് അറിയത്തില്ല, സംതിങ് ഈസ് ദേർ. ബട്ട് അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ഓക്കെ. അപ്പൊ സ്കൂൾ എത്താറായി. നമ്മൾ സ്കൂളെത്തി. നമുക്ക് നേരെ പിള്ളേരെ പിക്ക് ചെയ്യണം. അവരിപ്പോ ഒരു അരമണിക്കൂർ വൈകിട്ടുണ്ട്. സ്ഥിരം അവര് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ലൈനായിട്ട് നിൽക്കുന്ന കാരണം കേട്ടോ എനിക്ക് സംസാരിക്കാനായിട്ട്. ഇടയ്ക്ക് ഞാനിങ്ങനെ ബ്രേക്കായിട്ട് എടുക്കുക സംസാരിക്കാനായിട്ട്. എൻ്റെ ദൈവമേ വാ, നമുക്ക് പോയി അവരെ പിക്ക് ചെയ്തിട്ട് വരാം. വാ. Hello ma'am. Sorry. Very good. Ma'am, ഡ്രസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് രാവിലെ ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു മാം. നാളെ മറ്റന്നാളും ബേബീസ് ഉണ്ടാവില്ല. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയ ഓപ്പറേഷൻ. എനിക്ക് 5 months. എവിടെ ചെയ്യുന്നത്?
ബൈ ബൈ മാമിന് ബൈ ബൈ പറഞ്ഞു. മുണ്ടക്കുറിച്ച് സുന്ദരകുട്ടിയൊക്കെ കണ്ടു കേട്ടോ. അതല്ലേ വ്ലോഗ് ഇടുമ്പോഴത്തേക്ക് മാം ആണെന്ന് പറയും മനസ്സിലാവില്ലല്ലോ. ബൈ ബൈ മാം. ഇതായിരുന്നു മമ്മ അനിവി, ഇത് ആന്റണി, ഇത് ജോൺസൺ. റൈറ്റ്? ഓക്കെ. സ്റ്റാർബക്സ് തൃശ്ശൂരാണ്, മണ്ണൂത്തിയിൽ വന്നിരിക്കുക. അപ്പം നമ്മൾ ബേബീസിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ബേബീസിനൊന്ന് താങ്ക് യു. ചെറിയ ഒരു ഇതാണ്, നല്ല ആംബിയൻസ് ആണ്. ബൈ, താങ്ക് യു. സോ പിന്നെ ട്രാവലിംഗ് 2 hours കൂടെ ഉണ്ട്. Good morning. Good morning. ഹലോ. അങ്ങനെ എല്ലാം മാറ്റി എല്ലാം വെച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. മണി ഇപ്പോൾ 7 മണിയായി. കുർബാന കഴിഞ്ഞ് കണ്ട് ഇപ്പോൾ രാവിലത്തെ കൊന്തെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. വായി വരണ്ടിട്ട് വയ്യ. രാവിലെ ഒരു ഗ്ലാസ് ഇച്ചിരി വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ രാത്രി തന്നെ ഇന്നലെ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു തുള്ളി വെള്ളം കുടിക്കരുതെന്ന്. അപ്പോൾ സർജറി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ രാവിലെ വന്ന് ECG ഒക്കെ എടുത്തിട്ട് പോയി. അപ്പോൾ രാവിലെ ആയിരിക്കണം. അപ്പോൾ രാവിലെ 6 മണിക്ക് വരുമെന്ന് പറഞ്ഞ് മണി 7 വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വരുമായിരിക്കും അവർ. പിന്നെ വേറെ എന്താ, അപ്പം ഞാൻ ഈ പ്രാവശ്യം ആരെയും വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്രദറിനോട് മാത്രം ഇങ്ങനെ പറഞ്ഞുള്ളൂ. പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രദറിനോട് പറയാൻ വേണ്ടി വിളിച്ചതല്ല, മദർ എന്ത് ചെയ്യുന്നു നോക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഓക്കെ. അപ്പോൾ അവർക്ക് ആർക്കും അത്ര സീരിയസ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാനും ഒന്നും സീരിയസ് ആയിട്ട് പറഞ്ഞില്ല. ശരി എന്നും പറഞ്ഞ് ഞാനിങ്ങനെ പോന്നു. അപ്പോൾ എല്ലാവരുടെ കാര്യത്തിലും ബിസിയാണല്ലോ. ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും ബിസിയാണ്. അപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനും ഓർത്തെന്നാൽ പിന്നെ അവരവരുടെ കാര്യത്തിൽ ബിസി ആയിട്ടിരിക്കട്ടെ. നമുക്ക് ഇപ്പോൾ വീട്ടിൽ നമ്മുടെ ചേച്ചിമാരുണ്ടല്ലോ, അപ്പോൾ അവരെയും കൂട്ടിക്കൊണ്ട് വന്നതാണ്. പിന്നെ വേറെ എന്താ, അപ്പോൾ ജോജിക്കുട്ടനും ആൻ്റണി കുട്ടനും
അവർ റൂമിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് കാണാൻ പറ്റും. മറ്റേ അല്ലെങ്കിൽ അവർ ഹോട്ടലിൽ താമസിച്ച് പിന്നെ ഞാനിവിടെ താമസിച്ച് നേരത്തെ ഇങ്ങനെ ആലോചിച്ചു. ഇവിടെ തൊട്ടടുത്ത് ഒരു ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ 2 ചേച്ചിമാരും വേറൊരു ചേച്ചിയായിട്ട് ഇവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷെ അതൊന്നും നടന്നില്ല. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ ഇച്ചിരി സ്യൂട്ട് റൂം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. വേറെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു സർജറി കുറിച്ചുള്ളൊരു കാര്യമാണ്. അപ്പോൾ സെപ്റ്റംബർ 24-ാം തീയതിയാണിന്ന്. ഓക്കെ, ഇന്നാണ് ഞാൻ സർജറി ചെയ്യുന്ന ദിവസം. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ഓർമ്മയ്ക്കായിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു മെയിൻ സംഭവമായിട്ടുള്ള സംഭവം ഞാൻ സർജറി കഴിഞ്ഞ ശേഷം നിങ്ങളായിട്ട് പറയാം എന്താണ് ആ സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുവരെയും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് അതൊരു ഇതായിട്ടിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പോയിട്ട് സർജറി കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയാം എന്താ കാര്യം എന്നുള്ളത്. പക്ഷെ അത് ഭയങ്കര ഒരു മിറാക്കിളാണ്. ഞാനത് ചേച്ചിമാരുടെ വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുന്നേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മൈൻഡിലിങ്ങനെ വന്നു അത് ശരിയാണല്ലോ എന്നുള്ളത്. അപ്പം ഞാനത് ചേച്ചിമാരോട് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു ശരിയാണല്ലോ മാഡം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. വേറെ ഒന്നുമില്ല. ദാഹം തന്നെയാണ്. ഇന്ന് 24-ാം തീയതിയാണ്. അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആണ്. അച്ചാച്ചൻ എന്ന് പറയുന്നത് എൻ്റെ ഫാദർ ലോ PM മാത്യുയുടെ ഫാദറായ പാലാത്ര മത്തായി മാത്യു. അദ്ദേഹത്തിൻ്റെ 100 വയസ്സിന്ന് തികയുക. അപ്പം അതും കൂടെ ഒരു ഓർമ്മയിലാണ്. വേണ്ട, അതാണ് അച്ചാച്ചനും അമ്മച്ചിയും പാലാത്ര. അമ്മച്ചി മഠത്തിലാണ്. മഠത്തിൽ ഫാമിലി അമ്മച്ചി, അച്ചാച്ചൻ പാലാത്ര. ജോജിക്കുട്ടൻ എണീറ്റു. അണ്ണിക്കുട്ടൻ എണീക്കാൻ പോകുന്നു. അപ്പോൾ പാലിന് വേണ്ടി ഓടി നോക്കി. ഹലോ, അവരെണീറ്റു. ജോജി ബാവ എണീറ്റു. തങ്കച്ചൻകുട്ടൻ എണീറ്റു. മമ്മ സർജറി ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ്. മന്ത ഇത് കണ്ട, മമ്മനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോവാ. മമ്മ ഇഞ്ചക്ഷൻ ചെയ്ത് മമ്മ കരയും. അമ്മയുടെ ജോജി വാവേ എന്ന് പറഞ്ഞ് കരയോ? മമ്മക്ക് പെയിൻ ഉണ്ടാവോ? ആണോ? ജോജിക്ക് ഇഞ്ചക്ഷൻ വേണോ? നോ. ആൻണിക്ക് ഇഞ്ചക്ഷൻ വേണോ? നമ്മുടെ ഡ്രസ്സ് കണ്ട. ഓ അപ്പേ, അപ്പോൾ നമ്മുടെ എന്താ പറയുക, അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർജറിയുടെ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും സർജറി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഷെയർ ചെയ്യാം. പക്ഷെ ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് കേട്ടോ. ഇല്ല മണ്ണ, നമ്മളെവിടെ വന്നേക്കണം? ഹോസ്പിറ്റലാ? ആണോ? മമ്മനെ എന്നാ ചെയ്യാൻ പോകുന്നത്? ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവാണോ? കുത്താൻ പോവാണോ? ആണോ? ഡോക്ടർ കുത്താൻ പോവാണോ? അപ്പൊ കുത്തിയിട്ട് മമ്മ വരുന്നവരെ മക്കള് നല്ല ഗുഡ് ബോയ്സ് ആയിട്ട് ഇരിക്കുകയോ റൂമില്?
ഇവിടെ വന്നിട്ട് ഇവർക്ക് കളിക്കാനുള്ള എന്തെല്ലാം സാധനങ്ങളാണ് ഇങ്ങനെ വാങ്ങിച്ചത്. 2 കാറ്, 2 JCB, 2 ബൈക്ക്, അല്ലേ മുന്നേ? 2 ബൈക്ക്, 2 JCB, 2 കാറ്, 2 ട്രെയിന്, ഇത്ര സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 2 ബുക്ക്, 2 ക്രയോൺ പെൻസില്. ഫുൾ ടൈം എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം അവർ എൻഗേജ്ഡ് ആയിരിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഇത്രയും സാധനം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഒരു സാധനം ആദ്യം എടുക്കുക, അടുത്തത് പിന്നെ അത് കഴിഞ്ഞ് എടുക്കുക, അത് കഴിഞ്ഞ് അടുത്തെടുക്കുക, അങ്ങനെ. വേറെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് എന്നാ പറയാനുള്ളത്? വേറെന്താ വിശക്കുന്നു, സത്യം പറഞ്ഞിട്ടില്ല. ഭയങ്കര വിശപ്പ്, വായെല്ലാം ഡ്രൈ ആയി. IV ഇടാനായിട്ട് വന്നു. ഹലോ പറയൂ. IV ഇടാനായിട്ട് വന്നു. ഞാൻ IV ഇട്ട് കഴിഞ്ഞ ശേഷം എൻ്റെ കരച്ചിൽ കാണണ്ട നിങ്ങൾ എന്തായാലും. അപ്പോൾ എനിക്ക് എല്ലാം കണ്ടാലും പേടിയാണ്. എനിക്ക് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫോബിയാണ്. അതേ സിസ്റ്റർ, എനിക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര ഫോബിയാണ്. കൊച്ചുനാൾ മുതൽ പേടിയാണ്. മൈക്ക് കിടത്തി കഴിഞ്ഞ പിന്നെ പ്രശ്നമില്ല. IV ഇടാനല്ലേ വന്നത്? അപ്പം IV ഇടാനാ വന്നത്. IV ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ് പറഞ്ഞു. മമ്മനെ കുത്തിയോ? അങ്ങനെ കുത്തി ആണോ? തൊടല്ലേ. മമ്മനെ കുത്തിട്ട് എവിടെ ചോദിച്ചു? അന്നയുടെ ട്രെയിൻ നോക്കട്ടെ. മമ്മ ഒന്ന് കാണിച്ചെന്നേ ട്രെയിന്. കണ്ട ട്രെയിൻ എഴുന്നേറ്റ് കാണിച്ചെന്നേ. മമ്മ JCB മേടിച്ചെന്ന് കാണിച്ചെന്നേ. യെല്ലോ ട്രെയിനും മറ്റേത് വൈറ്റ് ട്രെയിനും അല്ലേ? ഒന്ന് കാണിച്ചെന്നേ വാവേ. നോക്കട്ടെ മമ്മ നോക്കട്ടെ. വൈറ്റ് ട്രെയിൻ. ചോദിച്ചു ബാബ മമ്മനെ കുത്തിയോ? മമ്മയുടെ കൊന്ത കളയല്ലേ. ഇവിടെ വെച്ചേക്കും, നമ്മുടെ സൈഡിൽ വെച്ചേക്കും. കണ്ട നമ്മുടെ കൊച്ചു വന്ന കണ്ട കൊന്തയിട്ട് തലയിലിട്ടുണ്ട്. അത് പൊട്ടിപ്പോ, കുഞ്ഞു കൊന്തയാണത്. ഇവിടെ വെച്ചു, നമ്മുടെ മടിയിൽ വെച്ചു. പൊട്ടിപ്പോ. അയ്യോ, ഇന്നിപ്പോൾ അവർ ഇതെടുത്ത് ക്യാൻഡിലിട്ടിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സർജറി ടൈം പറഞ്ഞിട്ടില്ല. ഡോക്ടർ 9 മണിയാകുമ്പോൾ വരും. ഇപ്പം 8 മണിയായി. പിന്നെ വരുമായിരിക്കുമല്ലോ. ഇപ്പോൾ ടയർഡായറിന് ഇതൊക്കെ ഇടണമല്ലോ, ഗ്ലൂക്കോസൊക്കെ ഇടണമല്ലോ. പിന്നെ ഇന്ന് പറഞ്ഞു വന്ന അച്ചാച്ചൻ്റെ 100 വയസ്സ് കഴിയുന്ന ദിവസം ഇന്ന്. അത് മാത്രമല്ല, നാളെ വന്നിട്ട് 25-ാം തീയതി എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പം എല്ലാം 2 സർജറിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ സർജറിക്ക് ആദ്യത്തെ സർജറിക്ക് അവളുണ്ടായിരുന്നു, 2ാമത്തെ സർജറിക്ക് മമ്മി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ സർജറിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ആരുമില്ല, സ്റ്റാഫ് മാത്രമേ ഉള്ളൂ 2 പേര്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എന്നാ പേടിയുണ്ടോയെന്ന് വെച്ചാൽ പേടിയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പേടിയുണ്ട്. പക്ഷേ എന്നാലും ഈ ചെറിയ ഫാറ്റാണല്ലോ ഈ പറയുന്ന ഇതെന്ന് പറയുന്നത്, ഫൈബ്രോയിഡ്സ്. അപ്പോൾ അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പെയിനാണ്. അപ്പോൾ അതാണ് മെയിൻ ഇത്. പിന്നെ അപ്പോൾ ഇന്ന് ബർത്ത്ഡേ എന്ന് പറഞ്ഞു, ബർത്ത്ഡേ അച്ചാച്ചൻ്റെ ബർത്ത്ഡേയും ഒപ്പം അവിടെ തന്നെയുള്ള നിതിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അച്ചാച്ചൻ്റെ പേരക്കുട്ടിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു ദിവസമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രാവിലെ നമ്മുടെ കസിൻസ്, പാലാത്ര കസിൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് രാവിലെ 4 മണിക്ക് കണ്ടത്. അപ്പോൾ അച്ചാച്ചനെ ഓർക്കുന്നു. അച്ചാച്ചൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചല്ലോ, അച്ചാച്ചന് ഞാൻ ഫോട്ടോ കാണിച്ചല്ലോ. അച്ചാച്ചൻ്റെ അതേ സ്വഭാവം കേട്ടോ. അച്ചാച്ചനായിട്ട് എനിക്ക് ഒരു 2-3 വർഷത്തെ നല്ല പരിചയമുണ്ട്. 3-5 ഞാൻ വന്നിട്ട് 5-5.5 വർഷത്തിൻ്റെ പരിചയമുണ്ട്. അപ്പോൾ അച്ചാച്ചനായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് നമ്മുടെ തങ്കച്ചക്കുട്ടനില്ല, ആൻ്റണിക്കുട്ടൻ
എൻ്റെ മനസ്സിൽ കറക്റ്റ് ജോജി അതല്ല, ജോജി വേറെയാണ്. അച്ചാച്ചൻ്റെ അതേ സംസാരവും കാര്യങ്ങളും അച്ചാച്ചൻ്റെ കുറച്ച് റിസംബ്ലൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ആൻ്റണി കുട്ടനാണ്. ആൻ്റണി കുട്ടൻ കറക്റ്റ് അച്ചാച്ചൻ തന്നെയാണ്. ആ ശാന്തതയും ആ ഒരു കുറച്ച് കാര്യങ്ങളും അതെല്ലാം അവൻ്റെ ഇതിലുണ്ട്, ആൻ്റണിയുടെ ഉണ്ട്. പക്ഷെ ജോജിയുടെ ഇത് നേരെ ഓപ്പോസിറ്റ്. ജോജി അവൻ വിചാരിച്ച കാര്യം ആൻ്റണിയുടെ കൈ തട്ടിപ്പറിച്ച് മേടിക്കും. അതാണ് ജോജി അല്ലേ ചേച്ചി? ജോജി എങ്ങനെയാ ചേച്ചി? എന്ത് കണ്ടാലും തട്ടിപ്പറിച്ച് മേടിച്ചില്ലെങ്കിൽ അവന് സമാധാനം ഇല്ല. അത് കഴിച്ചു കൊടുത്താലും അതെ പുള്ളിക്ക് ആന്റണിയുടെ കയ്യിൽ എന്തിരിക്കണം അത് ജോലിക്ക് വേണം, എന്നാലേ തൃപ്തിയാവുള്ളൂ. അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്താലേ അവന് തൃപ്തിയാവും. എന്താ വിളിച്ചേ? ആരാ മോന? ഫോൺ വേണം അവക്ക്. അതാണ് ഇപ്പൊ ഒരാള് ഫോൺ എടുത്താൽ അടുത്ത ആൾക്ക് ഫോൺ വേണം. എൻ്റെ മക്കൾക്ക് മമ്മ ദോശ പറഞ്ഞിട്ടുണ്ടേ, കഴിക്കണേ. നല്ല വേദനയുണ്ട് മോന. ഇതെന്താ മോന കയ്യിൽ മമ്മക്ക് ചെയ്തേക്കണത്? ഇഞ്ചക്ഷനാ? ഇഞ്ചക്ഷൻ ചെയ്തേക്കണല്ലേ? മമ്മക്ക് വേദന എടുക്കുന്നു. മമ്മ കരഞ്ഞ് ആന്ന് കരഞ്ഞ്. അന്നീ ജോജി രണ്ടുപേരും ഇന്നിപ്പോൾ നൊവേന ചൊല്ലാൻ വേണ്ടി വന്നിരിക്കുക. സെൻറ്റ് ആൻ്റണീസിൻ്റെ നൊവേന ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നാണ് നമ്മൾ ചൊല്ലുന്നത്. ഹലോ ഹലോ ഹലോ. അപ്പോൾ നമുക്കിപ്പം എന്താണ് ടെസ്റ്റ് ഡോസ് എടുക്കുവാണ്. അത് കഴിഞ്ഞ് നമുക്ക് OP-യിലേക്ക് അല്ലേ OT-യിലേക്ക് പോകാൻ സമയം. OT-യാണ്. OT-യിലേക്ക് പോകാൻ ടൈമാണ്. അതുകൊണ്ട് ടെസ്റ്റ് ഡോസ് എടുക്കുക. ഇവിടെ വെച്ച് അനസ്തേഷ്യ തരില്ല. OT-യിലാണോ? സത്യം പറഞ്ഞിട്ടില്ല എത്ര വയസ്സിൽ തുടങ്ങിയത് ഈ ഇഞ്ചക്ഷൻ്റെ പ്രശ്നമെന്ന് അറിയാം. കാൽസ്യം തരിപ്പുണ്ട്. ചെറിയ ഓക്കെ. ജി അമ്മീ നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയിട്ട് വേണ്ട. മടക്കി കെട്ടണം അല്ലേ? അഴിച്ചു ടീച്ചർ വന്നു നമ്മളെ കൊണ്ടുപോകാനായിട്ട്. നമുക്ക് വരുമ്പോ രാവിലെ മുതൽ ഭയങ്കര ഡിമാൻഡാണ്. പോയിട്ട്
गोल्डन उधर है अपना ध्यान रखना ओके ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വേഗം വരാം മാമ. പെട്ടെന്ന് വരാം, പെട്ടെന്ന് വരാം. മാമ പെട്ടെന്ന് വരാം കേട്ടോ. നല്ല കുട്ടിയായിട്ടിരിക്കും. കുത്തുവെക്കാൻ മോനങ്ങോട്ട് മോനും കുത്തിവെക്കൂലേ? കുത്തിവെച്ചിട്ട് വരും കേട്ടോ. നമുക്കൊരു ഇവിടെ ഒന്നും കുത്തുവെച്ചിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ തന്നെ വന്നു കേട്ടാ. കുത്തുവെച്ചിട്ടുണ്ട്. കുറച്ചുറങ്ങാതെ ഇവിടെ ഇരിക്കും. കഴിക്കണോട്ടോ വന്നാ ചോറ് വാരി കഴിക്കണോട്ടോ കേട്ടോ. കഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞ് ചേച്ചി കഴിച്ചു കഴിഞ്ഞാൽ പാല് കൊടുക്കണേ കേട്ടോ. ബിരിയാണി ആയാലും എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ പാല് കൊടുക്കണം കേട്ടോ. മോന കഴിക്കണേ. ഉമ്മ തരാൻ വന്നേ മമ്മക്ക് വരൂലേ? ആയിരുന്ന മോന ജോജിക്കുട്ടൻ എന്നാ വരാത്ത? ജോജിനെ കാണും. ജോജിക്ക് അമ്മ പെട്ടെന്ന് വരാട്ട് വാങ്ങ. ഗുഡ് ബോയ് ആട്ടോ. കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പൊ ജോജി ബാബ എൻ്റെ ബാബ മാറി നിൽക്കുന്നു. ജോജി കുട്ടപ്പാ നിൽക്ക് വെച്ച് എൻ്റെ ബാബ വന്നേ. ഒന്ന് വന്നേ ഒന്നും പറയില്ലേ. പേടിച്ചു പോയതാണ്. ചേച്ചി പോയാ അമ്മനെ കണ്ട്. കുഴപ്പമില്ല, നമുക്ക് കളി. ജോജി കുട്ടൻ ജോജി ഭാവി ജോജി ഭാവി തകജമാവി അമ്മയുടെ ഭാവി വരാൻ മടി കാണിക്കുന്നു. ഇത്ര നേരം രാവിലെ പോയിട്ട് നമ്മളിപ്പോൾ രാത്രി എത്ര മണിയായി ചേച്ചി? 9 മണിയാകുമ്പോൾ മുന്നിൽ കൊണ്ടുവന്നല്ലോ. ഇച്ചിരി വെള്ളം കുടിച്ചോ. എവിടെ ആൻ്റണി കുട്ടൻ ഒന്ന് വന്നേണ്ട. ആൻ്റണി കുട്ടൻ എൻ്റെ സങ്കടം എന്തിനാ തൊട്ട് നോക്കി പേടിക്കണ്ട. നമ്മുടെ മുത്ത തൊട്ട് വെക്ക. അമ്മയുടെ ഭാവി നമുക്കൊരു ഉമ്മ തന്നെ പേടിയായിട്ടാണ്. എന്നുവെച്ചാൽ ഇതുവരെ അങ്ങനെ കിടക്കുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഇളക്കി പറിച്ചിട്ട് പോയി എന്ന് പറയുന്നത്. നല്ല വേദന. ഇങ്ങനൊരു സിറ്റുവേഷൻ, അതും ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന മുന്നേ ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം പറയാനുണ്ടെന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ പറയാം. വായിൽ വെള്ളമൊന്നുമില്ല. ഭയങ്കര ടയർഡാണ്. പിന്നെ പറയാം. ഓക്കെ. ഗുഡ് മോർണിംഗ്.
എക്സ്റേ എടുക്കാൻ പോയതാ. സർജറി കഴിഞ്ഞിട്ട് നല്ല വേദനയുണ്ട്. എന്ത് വാവേ ഇവിടെ എൻ്റെ ആൻ്റണി കുട്ടിയുടെ ഒന്ന് കാണിച്ചു തന്നു. അമ്മ നോക്കട്ടെ. കേട്ടോ മൊബൈൽ എൻ്റെ കയ്യിൽ തന്നു. ആൻ്റണി കുട്ടാ ഞാൻ കൊണ്ടുപോയപ്പോൾ പേടിച്ചു പോയി. ജോജി വാവേ മോൻ പേടിച്ചു പോയാ? നമ്മുടെ മോൻ പേടിക്കണ്ട, അമ്മ ഓക്കെ ആയില്ലേ? ഓ മാറണ്ട വാവേ, ഓക്കെ കേട്ടാ അമ്മ. ഓക്കെ ബാ അമ്മ എടുത്തു വാ. കമോൺ. നല്ല വെച്ച് കണ്ട ഈ ആന്റി കുട്ടൻ മേത്ത് വരെ കുട്ടിക്കുറങ്ങ് കയറിയിരിക്കുന്ന പോലെ ഉഷസിന് മേത്ത് കയറിയിരിക്കണം. കുട്ടിയാണ് നോക്കിക്കേ. उठना है, उठना है. വായ വരണ്ട ഗുണത്തിലാണ്. വായ വെള്ളം ജോജിക്കുട്ടൻ ചോദിച്ചിട്ട് ഒരു ചിപ്സ് വേണം തന്നെ. ആൻറ്റി കുട്ട അമ്മക്കൊരു ചിപ്സ് തരുമോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പറയാ? എക്സ്റേ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ചെയ്യരുത്. ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ സർജറി കഴിഞ്ഞാൽ നല്ല വേദനയുണ്ട്. അപ്പോൾ ഞാൻ സർജറിക്ക് പോകുന്ന മുന്നേ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ കാര്യം പറയാമെന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എനിക്ക് ടോട്ടൽ 3 സർജറി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വയറിൻ്റെ ആയാലും ഇതായാലും അങ്ങനെ 3 സർജറി. ആ 3ാമത്തെ സർജറിയാണ് ഇന്നലെ കഴിഞ്ഞത്. അപ്പോൾ ആ സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല. ആ സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ അതിന് മുന്നേ എൻ്റെ സർജറിക്ക് പോകുന്ന മുന്നെയാണ് എൻ്റെ തലയിൽ ഇത് ഓർമ്മ വന്നത്. ബിക്കോസ് ഈ 3 സർജറിയും ചെയ്തിരിക്കുന്നത് ഡോക്ടർ തന്നെയാണ്. പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ബിക്കോസ് വേണ്ട. അപ്പോൾ ഡോക്ടർ തന്നെയാണ് എനിക്ക് 3 സർജറിയും ചെയ്തിരിക്കുന്നത്. ആ 3ാമത്തെ സർജറി ഇന്ന് തീർന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ചിലപ്പോൾ എൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറി എന്നുള്ളത് ഒരു ഫീൽ ചെയ്യുന്നു. ബിക്കോസ് എനിക്ക് ആദ്യത്തെ സർജറി കഴിഞ്ഞ് 2ാമത്തെ സർജറി ആയപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു, ഇനി ഒരു സർജറി ഒന്ന് മുടങ്ങിയ 3 ഉണ്ടെന്നുള്ളത് ഒരു ചിലപ്പോൾ ഇതായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും ആദ്യത്തെ സർജറി കഴിഞ്ഞു, അത് നമുക്കറിയത്തില്ല. 2ാമത്തെ സർജറിയും അദ്ദേഹം തന്നെയായിരുന്നു. ഇന്നലെ 3ാമത്തെ സർജറിക്ക് വരുന്ന മുന്നേ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി അദ്ദേഹം, ഞാൻ കഴിഞ്ഞ 2ാമത്തെ സർജറി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയല്ലോ ഇങ്ങനെ 1 മുടങ്ങിയ 3 ആണെന്നുള്ളത്. അപ്പോൾ ഇനി ഒരു സർജറി കൂടെ ഉണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിലായി. പക്ഷേ ഒറ്റ കാര്യം പറയാൻ വെച്ചാൽ ഈ 3 സർജറി നടന്നത് സെപ്റ്റംബർ 24-ാം തീയതിയാണ്. 23-ന് വന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യും. 24 കോയിൻസിഡൻ്റാണ്. ഞാൻ വിചാരിച്ചതോ കാര്യങ്ങളൊന്നുമല്ല. ബിക്കോസ് ഞാൻ രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ട് പോകുന്ന വഴി വരെയും എനിക്കും ഇതേ ചേച്ചിമാരും കൂടെ ഉണ്ട്. ആർക്കും ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ സർജറിക്ക് വരണമെന്നൊന്നും അറിയത്തില്ല. സ്കൂളിൽ കൊണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഡോക്ടറിനൊന്ന് വിളിച്ച് ചോദിക്കണം എന്നാണ് ഡോക്ടർ ഫ്രീ എന്നുള്ളതെന്ന് വിളിച്ചു ചോദിക്കും. വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞ് ട്യൂസ്ഡേ ഫ്രീ ആണ്, വന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടേക്കാണ്. തിരിച്ച് സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് നേരെ നമ്മൾ ഒരു മിനിറ്റ് ഫോൺ വരുന്നുണ്ടേ.
അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ അപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫോൺ വിളിച്ചു. കുഞ്ഞുങ്ങളെ കൊണ്ട് ആക്കിയിട്ട് വന്ന ഉടനെ ഫോൺ വിളിച്ചു. ഞാൻ ഡോക്ടറിൻ്റെ പി എ പറഞ്ഞു, മാം അങ്ങനെയാണെങ്കിൽ നാളെ സർജറി ഡേറ്റ് ആണ്, നാളെ വന്നോളൂ. ഞാൻ പറഞ്ഞു നാളെ രാവിലെ എത്താൻ പറ്റില്ല, ബിക്കോസ് ഞാൻ എറണാകുളത്ത് നിന്ന് വരാനുള്ള കാരണം എത്താൻ പറ്റില്ല, ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാം. അല്ല വൈകിട്ട് ഇന്ന് ഞാൻ പുറപ്പെട്ട് വൈകിട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. എൻ്റെ ആൻ്റണി കൂട്ടൻ ഇതിൻ്റെ ഇടയിലാണ്. പിന്നെയും കോള് വരുന്നേ, സോറി ഡോക്ടർ വരും. ഇപ്പോൾ 2 കോള് വന്നെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കൊച്ചു രാവിലെ താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാൻ പോയതാണ്. ബിക്കോസ് നമ്മൾ റൂമിൽ നിന്ന് വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ താഴെ ക്യാൻറ്റീനിൽ പോയി മേടിച്ചു വരാമെന്ന് വെച്ചാൽ പോയത്. അപ്പം പറഞ്ഞു വന്നത് ഇതാണ്, ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സർപ്രൈസ്. ഞാൻ വിളിച്ചു ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നവരെ എൻ്റെ തലയിൽ 23 ഇല്ല, സെപ്റ്റംബർ 23 ഇല്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വിളിച്ചു, അല്ല പി ആറിനെ വിളിച്ചു സംസാരിച്ചു, അവർ ഫിക്സ് ചെയ്തു. ഞാൻ പറയുന്നത് ചേച്ചി സമയം കളയണം, നമുക്ക് വേഗം പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ധൃതിക്കാണ്. എന്നുവെച്ചാൽ രാവിലെ വീട്ടിലാവ് ചേച്ചിമാർ വന്നു കഴിഞ്ഞാൽ വേഗം ചോറൊക്കെ ഇട്ട് വെക്കുന്നതാണ്. ആ ചോറൊക്കെ ഇട്ട് വെച്ചതപ്പോൾ ഞാൻ പറഞ്ഞു ഹോട്ടലിലൊന്നും നിർത്താൻ നിൽക്കണ്ട, നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം, നമുക്ക് അതന്നെ വഴി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം പാക്ക് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മളെല്ലാം പാക്ക് ചെയ്തത്. എല്ലാം എടുത്ത് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് പിള്ളേരെ പിക്ക് ചെയ്ത് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും എന്തൊരു കോഇൻസിഡൻസാണ്. ബിക്കോസ് ഇതേ 3ാമത്തെ സർജറിയും സെയിം ഡോക്ടർ, സെയിം ഡേറ്റ്, സെപ്റ്റംബർ 23 സെയിം ഡേറ്റ്. അഡ്മിറ്റ് ആയി കഴിഞ്ഞ് സർജറി നടക്കുന്ന 3 സർജറി നടക്കുന്ന 24-ാം തീയതി സെപ്റ്റംബർ 24. അതുമാത്രം 25-ാം തീയതി ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം സർജറിക്ക് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു, അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല. സെക്കൻഡ് സർജറിക്ക് മമ്മി കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യും, ബിക്കോസ് എല്ലാവർക്കും കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഉണ്ട്, അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കാണ്. ഇവന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആരോടും പറഞ്ഞില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി നേരെ. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് നോക്കാം, പിള്ളേരെ നോക്കാനുള്ള ചേച്ചിമാരുണ്ടെങ്കിൽ മതിയല്ലോ. പിന്നെ ഹസ്ബൻഡ് വന്നത് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ പേടിയാണ്, അദ്ദേഹം വരത്തുപോലുമില്ല. അപ്പോൾ ഞാൻ റീത്തിങ്ക് ഒന്നും ചെയ്യാൻ പോയില്ല, വേഗം വിളിച്ച് കാര്യം പറഞ്ഞു വേഗം ഞാൻ പുറപ്പെട്ട് വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു വൈറൽ വീഡിയോ വന്നായിരുന്നു, എന്താണെന്ന് ആലോചിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ, ചെറിയ ഫൈബ്രോയിഡ്സ് ആണ്. അത് കീഹോൾ സർജറി ഒന്നുമല്ല, അല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ മോർണിംഗ് ആയപ്പോഴത്തേക്കും ഡോക്ടർ വന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്ന് കണ്ട് കാര്യം വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സംസാരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആകുന്നത്, ഒരു ഫ്ലോയിൽ സംസാരിക്കാൻ പറ്റാത്തത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് സർജറി എല്ലാം സെയിം ഡേറ്റ്, സെയിം മന്ത്, 3 പ്രാവശ്യവും എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ആദ്യം ഞാൻ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവർക്കും സ്കൂളിൽ പോകണം, എല്ലാവരെയും കൊണ്ട് നടക്കാനുള്ളത് പാരൻസാണ്. അപ്പോൾ പാരൻസിനെ ഇപ്പോൾ 2 ദിവസമായി മാറ്റേണ്ട കാര്യമില്ല, എന്തായാലും ഇവർ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഇതൊന്നും മമ്മീനെ ഞാൻ അറിയിച്ചു പോലുമില്ല. ഇപ്പോൾ മമ്മിക്ക് ടെൻഷൻ വരണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ ഏജായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ടെൻഷനാണ്, അതുകൊണ്ട് ഞാനൊന്നും അറിയിച്ചില്ല. സർജറി കഴിഞ്ഞ ശേഷം ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി ചോദിച്ചു നീ എവിടെയാണെന്ന് ചോദിച്ചു. നമ്മൾ ഇങ്ങനെ സർജറി ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും വിളിച്ച് ഞാൻ ഫാമിലിയിൽ എല്ലാവരോടും പറഞ്ഞു, മദർ ലോണിനെ വിളിച്ച് പറഞ്ഞു ഓക്കെ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ വേറെ കാര്യം കൂടെ എന്ന് വെച്ചാൽ ഈ വർഷങ്ങൾക്ക് മുന്നേ എന്ന് വെച്ചാൽ 36 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഫാദറും മദറും ഒരു വലിയൊരു ഫൈറ്റായിരുന്നു. ഒരു ദിവസം ഭയങ്കര ഫൈറ്റായിരുന്നു. അതെൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു. ഇടിയെന്ന് പറഞ്ഞാൽ അതുപോലെ ഫൈറ്റ്, ഒരു കാരണമില്ലാതെ അധികം ദേഷ്യപ്പെട്ട് ഫൈറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ കൊച്ചാണ്, ഞാൻ കണ്ട് നിൽക്കുവാണ്. വലിയ മൂളി വിറകില്ലേ, വലിയ വിറക്. നമ്മൾ ഭാര്യമാരോട് സംസാരിക്കുക, ഒരു അടി പോലും പാടില്ല. അപ്പം ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വന്ന് കയറുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു അറാൾഡട്ട് എന്ന് പറഞ്ഞൊരു ഒരു ഓയിൻമെൻറ്റ് എന്തോ ഒരു ഇതാണ്, പുള്ളിക്കൊരു ടൈപ്പ് റൈറ്റിംഗ് സെൻ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് മേടിച്ച് വെച്ചിരിക്കും. അപ്പോൾ നമുക്കന്ന് എത്ര വയസ്സാണ്, 10 വയസ്സുള്ള കൊച്ച്, അനീത്തിയാണെങ്കിൽ ഒരു 6 വയസ്സ് 5 വയസ്സുള്ള കൊച്ച്, അനിയൻ കുഞ്ഞ് ബോബി ജനിച്ചിട്ടേ ഉള്ളൂ, ജനിച്ച് തൊട്ടിൽ കിടക്കുന്ന പ്രായം.
അപ്പോൾ ഇതേ 23-ാം തീയതി, ഇപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു, ഇതേ 23-ാം തീയതി ഇതുപോലെ ഞാൻ ഈ എറാൾഡിട്ട് എടുത്ത് ഇങ്ങനെ എവിടെയോട്ട് കളിക്കുന്നു. അപ്പം എൻ്റെ പപ്പ കയറി വരുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച ഈ എറാൾഡ്. നിന്നോട് ആര് പറഞ്ഞു എറാൾഡിട്ട് എടുത്ത് കളിക്കാമെന്ന് ചോദിച്ചു. ഒരു കാരണമില്ലാതെ തല്ലാനായിട്ട് വന്നു. അപ്പം എൻ്റെ വീടിൻ്റെ തമിഴ്നാട്ടിലാണ്, തഞ്ചാവൂരിലാണ് താമസിക്കുന്നത്. അപ്പം അതിന് നടുക്കൊരു നടുമുറ്റമുണ്ട്. നടുമുറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അഗ്രഹാരത്തിനകത്തായിരുന്നു ഞങ്ങൾ താമസം. അപ്പം നടുമുറ്റമുണ്ട്. അപ്പം അതിനകത്ത് കൂടെ ഞാൻ പെട്ടെന്ന് ചാടി. അമ്മ ചോദിച്ചു, അയ്യോ നിങ്ങളെന്താ ഈ കൊച്ചിനിട്ട് ഓടിക്കുന്നത്? 10 വയസ്സ് കൊച്ചിനിട്ടാണോ ഓടിക്കുന്നത്? ആ കൊച്ചു വീഴത്തില്ല എന്ന് ഇത് പറഞ്ഞ് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് തിരിഞ്ഞിട്ട് അവിടെ മമ്മി, അന്നൊക്കെ ഗ്യാസ് ഇല്ല, വിറകിൻ്റെ അടപ്പാണ്. ആ വിറക് കത്തിക്കാനുള്ളതിന് ഒരു മൂളി വിറക് എന്നുവെച്ചാൽ ഇത്രയും കട്ടിയുള്ള ഒരു മൂളി വിറക് എടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ മമ്മിനെ അച്ചാലിച്ചാൽ പശുക്കളെ തല്ലത്തിൽ പശുവിനെ തല്ലുന്ന പോലെ അടിച്ച് എല്ലാ പീസസും ഇത്രയും. ബിക്കോസ് അന്ന് എൻ്റെ മൂത്തനിയൻ 1 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാമത്തെ അനിയൻ ബോണി ജനിച്ചിട്ടില്ല. അപ്പോൾ ഈ കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്ന കാഴ്ചകളാണ് അതൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് ഹേർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കല്യാണമേ വേണ്ടെന്ന് വെച്ച് വെറുത്തിരുന്നത്. കല്യാണം ബിക്കോസ് ആണുങ്ങളെല്ലാം ഈ ടൈപ്പാന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നത് ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ബുക്കെടുത്ത് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഈ സർജറിയുടെ കാര്യം വന്നപ്പോൾ ഞാൻ പറയുകയാണ്, ഇത്ര പീസസ് ആയിട്ട് ഒരു മൂളി, ഇത്രയുള്ളൊരു മൂളി വിറക് ഒടിഞ്ഞു പോകണമെങ്കിൽ എന്ത് അടിയായിരിക്കും അമ്മയെ അടിച്ചിരിക്കുന്നത്. ആ കാഴ്ച എന്ന് പറഞ്ഞാൽ അതുപോലെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി കുഞ്ഞ് കിടക്കുന്നത് അത് ഇതുപോലെ സെപ്റ്റംബർ 24-ാം തീയതി മമ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. 25-ാം തീയതി അനിയത്തിയുടെ ബർത്ത്ഡേ നടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞ പോലെ ഒരു സിസ്റ്റർ വന്നായിരുന്നു, അതാണ്. അപ്പോൾ 25-ാം തീയതി എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ നടന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും പൂട്ടിയിട്ടിട്ട് പോയി. അതാണ് എൻ്റെ ഓർമ്മ. പൂട്ടിയിട്ട് പോയി 3 ദിവസം അകത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പുറത്ത് ഞാൻ കല്ലിട്ട് ഇങ്ങനെ എറിഞ്ഞ് പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് ഡോറ് തുറപ്പിച്ച് ഹോസ്പിറ്റലിൽ മമ്മിനെ കൊണ്ടുവന്നത്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മനസ്സിലറിയാം. പിന്നെ അതിനുശേഷം ഇഷ്ടം പോലെ കാര്യങ്ങൾ, അതൊന്നും ഞാനിപ്പോൾ ഒന്നും റിവീൽ ചെയ്തില്ല. പക്ഷേ ഈ ഒരു കാര്യം, എൻ്റെ സർജറിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ അന്ന് ഈ സമയത്ത് നടന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഹേർട്ട് ചെയ്തു. എന്തായാലും അതേ ദിവസമാണല്ലോ ഈ 3ാമത്തെ സർജറിയും കൂടെ നടന്നു എന്ന് അറിഞ്ഞപ്പോൾ, ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ 2ാമത്തെ സർജറി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഇനി ഒരു സർജറിയും കൂടെ ഉണ്ട്, ചിലപ്പോൾ ഇതേ ഡേറ്റ് ആയിരിക്കും. പക്ഷേ സത്യം ഞാൻ ഓർക്കുന്നു, ഞാനിതെല്ലാം പറയുന്നത് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ എന്നും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നും ഓർക്കണം. അപ്പോൾ ഇതേ ഡേറ്റിലാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി 3ാമത്തെ സർജറിയും കൂടെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഏകദേശം എൻ്റെ അച്ഛൻ എൻ്റെ പേര് വിളിക്കാറില്ല, സുമീന്ന് എന്നെ വിളിക്കാറില്ല. സുമി എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര്, സുമീന്ന് വിളിക്കാറില്ല. ശനിയനെയാണ് വിളിക്കുന്നത്. ശനിയനെന്ന് പറഞ്ഞാൽ ശനി പിടിച്ചവളെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞു മനസ്സിൽ കേൾക്കുന്ന ഏതൊരു അച്ഛനും വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ പേരായിരിക്കും വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വന്തം അച്ഛന്മാർ പേര് വിളിക്കണമെന്ന് ഏതൊരു മക്കൾക്ക് ആഗ്രഹമുണ്ടാകും. അപ്പോൾ അത് ചെറുപ്പം മുതൽ അച്ഛൻ്റെ സ്നേഹം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ ചില വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അപ്പന്മാർ മക്കളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. എനിക്കങ്ങനത്തെ ലൈഫ് കിട്ടിയിട്ടില്ല. ഞാനങ്ങനെ കരയാറില്ല. ഞാൻ എന്ത് പ്രശ്നം വന്നാലും ഞാൻ കരയാറില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ഞാൻ സ്നേഹിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെല്ലാം എന്നോട് തിരിച്ച് ദേഷ്യം കാണിക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഭയങ്കര ദുഃഖം. ഞാൻ അവരോടൊന്നും കാണിക്കാറില്ല. ഈ നിമിഷം വരെ എൻ്റെ അനിയത്തിയോ അനിയന്മാരെയോ ഞാൻ അവരെ വേദനിപ്പിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും വാക്കാൽ ഞാൻ ദേഷ്യപ്പെട്ട ഒരു സെക്കൻഡിൽ എൻ്റെ ദേഷ്യം തീരുകയും ചെയ്യും. പക്ഷേ ചില ഊൺസ് മനസ്സിലിങ്ങനെ കിടക്കും.
മനസ്സിൽ ശരിക്കും തട്ടിക്കിടക്കും. അതുകൊണ്ടാണ് എൻ്റെ വിവാഹം വരെ 38 വയസ്സ് വരെ ഞാൻ കല്യാണം കഴിക്കണ്ടെന്ന് വിചാരിച്ചത്. അത് തന്നെ 38 വയസ്സ് വരെ കല്യാണം കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ പരിചയമുള്ളൊരു ഫാമിലി വന്ന് കല്യാണം കഴിച്ചു. പിന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പിന്നെ ഞാനിപ്പോൾ അതൊന്നും റിവീൽ ചെയ്യുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ്. ഇവിടെ പൈസ എല്ലാം ഇമ്പോർട്ടൻ്റ്. നമുക്ക് ആവശ്യമുള്ള റെസ്പെക്റ്റ്, ആവശ്യമുള്ള സ്നേഹം, ഇതൊക്കെ നമുക്കും ആവശ്യമാണ്. പക്ഷെ അവിടെ നിന്നും ചിലപ്പോൾ ചില വാക്കുകൾ ഭർത്താവ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഞാനിപ്പോൾ ഹസ്ബൻഡിനോട് പറയാം അങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യരുത്. ബിക്കോസ് ഞാൻ കൊച്ചുനാൾ മുതൽ വേദന സഹിച്ച് വന്ന കുട്ടിയാണ്. ഞാനങ്ങനെ കരയാറില്ല. അപ്പം എന്നെ ഇൻസൾട്ട് ചെയ്താലും ഇൻസൾട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ മാറത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും എല്ലാ വീഡിയോസിലും നിങ്ങളെന്നെ കാണുന്നത് ചിരിച്ചാണ്. ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ മനസ്സിപ്പോൾ ഹേർട്ട് ചെയ്ത കാര്യമാണ്. എൻ്റെ ചെറുപ്പത്തിൻ്റെ കാര്യം ഞാൻ ആലോചിച്ച് പോയതാണ്. അപ്പോൾ ഇതെല്ലാം വരുന്ന ഒരേ ഡേറ്റിലാണ്. പക്ഷേ എൻ്റെ 3ാമത്തെ സർജറി കഴിയുമ്പോൾ എനിക്ക് നല്ല കാലം വരും എന്നുള്ളത് ചിലപ്പോൾ എൻ്റെ മനസ്സിൽ പോകുമായിരിക്കും, അറിയില്ല. പറയണമെങ്കിൽ എന്തെല്ലാം പറയാനുണ്ട്, എന്തെല്ലാം വിശേഷങ്ങൾ. ഞങ്ങളുടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങൾ ജീവിച്ച കാര്യങ്ങളൊക്കെ ഒത്തിരി ടെൻഷനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പം പെട്ടെന്ന് ഓർത്തു പോവുക. എന്താ വെച്ചാൽ അനിയന്മാരാരും ഒന്നും അറിഞ്ഞിട്ടില്ല. അവരെ ഞാനൊന്നും അറിയിച്ചിട്ടുമില്ല. വളർത്തിയതൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ ബുദ്ധിമുട്ടിയാൽ അവരാരും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ടിട്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാനിപ്പോൾ വാതിൽ വരെ ഞാൻ അടച്ചിട്ടത് വേറെ ഒന്നുമില്ല. എൻ്റെ ജോലിക്കാർ ഇത് കേൾക്കേണ്ടത് ഓർത്തിട്ട്. പക്ഷേ നാളെ നിങ്ങൾ കേൾക്കണമെന്നല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ ഒരു വ്യക്തിയുടെ കൂടെ എൻ്റെ അമ്മ ജീവിച്ചത്. അപ്പോൾ അത് കണ്ട് വളർന്ന് എനിക്ക് വിവാഹം എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ സിനിമക്കകത്ത് വന്ന് കാണുന്ന ആളുകൾ ഇപ്പോഴത്തെ അലിഗേഷൻസ് ഒക്കെ നടക്കുന്നത്, ഓരോ പെണ്ണുങ്ങൾ വന്ന് പറയുന്നത് എല്ലാം സത്യമാണ്. ഒന്നും നുണയല്ല, എല്ലാം സത്യമാണ്. അവർക്ക് നീതി കിട്ടട്ടെ. യൂട്ടിലൈസ് ചെയ്ത് ഒരു പെണ്ണുങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് മുതലെടുക്കാനായിട്ട് വേണ്ട, സത്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആർക്കും ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തതല്ല കാരണം ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ. അതാണ്. അവർക്ക് നാളെ സിനിമ വേണം, ഞാനടക്കം എല്ലാവർക്കും സിനിമ വേണം. അപ്പം നമ്മൾ ഇന്ന് വിളിച്ചു പോയി പറഞ്ഞ് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാൻ പോണില്ല. നിങ്ങളിത് കാണും, അത് കഴിഞ്ഞ് നിങ്ങളത് മറക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ സിനിമക്കകത്ത് ഇറങ്ങുന്നത് തന്നെ, സിനിമയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞതാണ്. ഞാൻ ഫസ്റ്റ് 3-ാം മുറയിൽ ഇറങ്ങിയപ്പോൾ ലൊക്കേഷനിൽ വെച്ചിട്ട് എൻ്റെ അമ്മാവന്മാരെ കണ്ടപ്പോൾ ഫസ്റ്റ് സുരേഷ് ഗോപി എൻ്റെ അമ്മാവന്മാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റിയെങ്കിൽ നിങ്ങൾ പെങ്ങളെയും മോളെയും കൊണ്ടുപോയി നല്ല കഞ്ഞി വാങ്ങി, നിങ്ങൾക്ക് പറ്റിയെങ്കിൽ നിങ്ങൾ കഞ്ഞി കൊടുത്ത് നോക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സിനിമ വേണ്ടെന്നാണ് അദ്ദേഹവും പറഞ്ഞത്. അന്ന് 3-ാം മുറയിൽ പുള്ളിയുണ്ട്, സുരേഷ് ഗോപി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സുരേഷങ്ങളെ, അന്ന് അങ്കിളെന്നാണ് വിളിച്ചത്, ഇല്ല സുരേഷങ്ങളെ, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ബിക്കോസ് എനിക്ക് താഴെയുള്ള അനിയന്മാരെ വളർത്തണം, എനിക്ക് പൈസ വേണം എന്ന് പറഞ്ഞിട്ടാണ്. 14 വയസ്സ് തന്നു എനിക്ക്. എന്നെ അറിഞ്ഞിട്ടാണോ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല. എനിക്ക് സിനിമയിൽ പൈസ കിട്ടണം, അതാണോ അല്ല സിനിമ എന്തെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. സിനിമ എന്താണെന്നുള്ള അറിയാതെയാണ് ഒരുപാട് പെൺപിള്ളേർ വരുന്നത്. അതിൽ നമുക്ക് ചാൻസ് കിട്ടാതെ പോകുന്നതിൻ്റെയും കാരണം ഇതൊക്കെ തന്നെയാണ്. ചാൻസ് കിട്ടാതെ പോകുന്നത് ഒരുപാട് സാക്രിഫൈസ് ഉണ്ട്. എനിക്കത് പറ്റത്തില്ല. ഞാൻ ഒന്നില്ലെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല കോൺവെന്റ് സ്കൂളിലും ഊട്ടിയിലൊക്കെ പഠിച്ചു വന്ന കാരണം എൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഞാൻ നിന്നിട്ടുള്ളൂ. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് തഴച്ചിലുണ്ട്. ആദ്യത്തെ പെൺകുട്ടി പറഞ്ഞത് സത്യമാണ്. എന്തായിക്കോട്ടെ, ഇപ്പോൾ ആ ടോപ്പിക്ക് ഞാൻ എടുത്തിരുന്നില്ല. എന്തായാലും എൻ്റെ ബേബീസ് കരയുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ അങ്ങനൊന്നും സംസാരത്തിലേക്ക് ഒരു രീതിയിലെ സംസാരത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാലും എൻ്റെ പേഴ്സണൽ ജീവിതത്തിലുള്ള ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വന്നപ്പോഴത്തേക്കും അതൊന്നും പറഞ്ഞ് ഓർമ്മയിൽ വെക്കാനായിട്ട് തോന്നിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്.
ബിക്കോസ് ഞാനങ്ങനെ ക്യാമറ മുന്നിൽ ഗ്ലിസറിനിട്ട് കരയും, അല്ലാതെ ഞാനങ്ങനെ കരയാറില്ല. എൻ്റെ വീട്ടിലായാലും എന്ത് ഇതൻ്റെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ഫേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മമ്മിയും ഞാനും ഒരു പപ്പയും മമ്മിയായിട്ടാണ് പിള്ളേരെ വളർത്തിയിരിക്കുന്നത്. കുറച്ചൊരു എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തിലൊരു അരഗൻ ഉണ്ട്. ഞാൻ പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഞാനങ്ങനെ എന്താ പറയുക, പ്ലീസ് ചെയ്ത് നടക്കുന്ന ആളല്ല. ഒരാളെ മണിയടിച്ച് പ്ലീസ് ചെയ്ത് അല്ലെങ്കിൽ കുറേ പെൺപിള്ളേരുടെ കൂട്ടത്തിൽ പോയി സംസാരിക്കാൻ. എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവാണ്. എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൽ 2-3 പേരുണ്ട്. അല്ലാതെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ എനിക്ക് പെട്ടെന്നൊരു മടിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അതിനകത്ത് 1-2 ഇത് വന്നു കഴിഞ്ഞാൽ എനിക്കത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ബാക്കിലേക്ക് നിന്നിട്ടായിരിക്കും. എനിക്ക് കംഫർട്ടബിൾ സോൺ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കും, ഒക്കെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു വേദനയാണ് ഞാൻ ഷെയർ ചെയ്തത്. ബിക്കോസ് എല്ലാവരും ഓർക്കും ഭയങ്കര സംഭവമാണ്, അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കുക. അങ്ങനെയൊന്നുമല്ല, അടിച്ചുപൊളിയൊന്നുമല്ല. അടിച്ചുപൊളിയുടെ പുറകിലുള്ള ശരിക്കുള്ള ജീവിതം കാണണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്. അപ്പോൾ എൻ്റെ സർജറിയുടെ ഒരു ഡേറ്റുകൾ കാര്യങ്ങൾ ഓർത്തിട്ടാണ് ഞാൻ ഇത് പറയേണ്ടി വന്നത്. എൻ്റെ കണ്ണീര് വന്നത്. എന്ത് ആയിക്കോട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് മെഡിസിൻസ് പറഞ്ഞിട്ടുണ്ട്, മെഡിസിൻസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വരണ മുന്നേ ഒന്ന് ഫ്രഷായിട്ട് കുളിക്കണം, റെഡി ആകണം. ഓക്കെ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ ആ ഇമോഷനായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് പോയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അന്ന് വേറൊരു കാര്യം കൂടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, മദറിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് കൂടെ ഉണ്ട്. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ലല്ലുഷിൻ്റെ പപ്പ പാലാത്ര തങ്കച്ചനും മമ്മി ലിസി മാത്യുവും കൂടെ അന്ന് ഈ സംഭവം അറിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ മമ്മിയെ കാണാൻ വേണ്ടി വന്ന് അദ്ദേഹം ഒരുപാടന്ന് വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞ ഒരു എന്ത് പറഞ്ഞു, പട്ടിയെ തല്ലുന്ന പോലെ ഒരാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ തല്ലാൻ പാടില്ല. അത് കല്യാണം കഴിക്കുന്ന എന്തിനാ, നമുക്കൊരു തുണയ്ക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്, അല്ലാതെ ഒരു ഭാര്യയെ തല്ലി അനുസരിപ്പിക്കാനല്ല. അത് അനുസരണമല്ല അവിടെ, അത് പ്രശ്നം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ബിക്കോസ് അങ്ങനെയൊക്കെയുള്ളൊരു പരിചയം മനസ്സിലായി. ആ പരിചയത്തിലാണ് പെണ്ണ് വയ്ക്കാൻ വന്നപ്പോൾ ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് കല്യാണം കഴിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ അതാണ്. ഇപ്പോൾ എൻ്റെ ഭാര്യ, അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം ആലോചിക്കുന്നത്, എൻ്റെ ഭാര്യ ഞാൻ എടി എന്നാണ് വിളിക്കുന്നത്. എടി ലിസി എന്ന് ഞാൻ വിളിക്കും. അത് എടിയെന്ന് വിളിക്കുന്ന അവളെ പേടിപ്പിക്കാനല്ല, അവളെ സ്നേഹിച്ച എടി ലിസി എന്ന് വിളിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അവിടെ അടുത്ത് വന്ന് നിൽക്കാനും കാര്യങ്ങൾ ചെയ്യാനും. അല്ല, അതുപോലെയാണ് അവർ ജീവിച്ചത് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അത് കണ്ട് വളർന്ന മക്കളാണല്ലോ എല്ലാവരും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ, എൻ്റെ മനസ്സിൽ ആ ഒരു കാലഘട്ടം പോകുമ്പോൾ ഉള്ള ഒരു കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർത്ത് പറയുവാണ്. അപ്പോൾ ഈ സർജറിയുടെ ഈ ശനിയനെ എന്ന് വിളിക്കുന്നത്, എൻ്റെ അപ്പൻ വിളിക്കുന്നത് ശനിയനെ, ചിലപ്പോൾ ശനി ദശ പിടിച്ചവളെന്നായിരിക്കും പറയുന്നത്, നമുക്കറിയത്തില്ല. എന്തായാലും എല്ലാ ശനിദശയും ഇതോട് നീങ്ങി മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തോടെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഇതൊരു കോയിൻസിഡൻസ് പോലെ സെപ്റ്റംബർ 23 അഡ്മിറ്റ് ചെയ്ത് 24-ാം തീയതി 3 പ്രാവശ്യം സർജറി, വർഷം മാത്രം മാറിയിട്ടില്ല, പക്ഷേ സർജറി എല്ലാം ഒരേ ദിവസം തന്നെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാം ഒന്നിൽ പഴച്ചാൽ 3 എന്നാണ്. അപ്പോൾ 3 കൂടെ കഴിഞ്ഞിട്ടുണ്ട്, സമാധാനമുണ്ട്. എന്തായാലും ഇനി ഒരു ഭാഗ്യം വന്ന് കയറട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്ന് എൻ്റെ അപ്പം മാത്രം എന്നെ വിളിച്ച്, അല്ലെങ്കിൽ ഒരു ഭാഗ്യമില്ലാത്തവളെന്നായിരിക്കും വിളിച്ചുകൊണ്ടിരുന്നത് ഇല്ലേ. ശനീനെ എന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ലാത്തവളെന്നാണ്. അപ്പോൾ ആ ഭാഗ്യമില്ലാത്തവർക്ക് ഒരു ഭാഗ്യം വരട്ടെ, ഭാഗ്യദേവത ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും എൻ്റെ മുഖത്തൊരു സന്തോഷം. ബിക്കോസ് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചത് നിങ്ങളോടല്ല, സംസാരിക്കുന്നത് എന്നോട് തന്നെയാണ്. നാളെ എനിക്ക് കാണുമ്പോഴത്തേക്കും, എൻ്റെ മനസ്സിൽ എൻ്റെ മക്കൾക്ക് കാണുമ്പോഴത്തേക്കും ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിപ്പോൾ എൻ്റെ അനിയത്തി അന്ന് 5 വയസ്സും മൂത്ത അനിയന് 1 വയസ്സും ഇളയനെയും ജനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവർക്കൊന്നും അതിൻ്റെ ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഫീലിംഗ് എല്ലാം അമ്മയുടെ കൂടെ നിന്ന് മനസ്സിലാക്കി ഫീലിംഗ് മൊത്തം കണ്ട് വന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട്
ആ ഫീലിംഗ് ഞാനിങ്ങനെ ഓർമ്മയായിട്ടാണ് ഈ മൊബൈൽ നോക്കി സംസാരിക്കുന്നത്. ഇത് അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെ ചിന്തയിലാണ്, അല്ലാതെ നാളെ ഒരു ആൾക്കാരെ സംസാരിക്കാനോ കളിയാക്കാനോ ഒന്നുമല്ല. കളിയാക്കണവർ കളിയാക്കട്ടെ, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ഇപ്പോൾ യഥാർത്ഥമായിട്ടുള്ള വ്യക്തി ഞാനാണ്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും, നിങ്ങളെന്നല്ല ഞാനല്ല, എല്ലാവർക്കും ഒരു ആളുകളോട് സംസാരിക്കാൻ നമ്മൾ ഷീൽഡ് ഇട്ടിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പെയിൻഫുൾ മൂമെൻ്റാണ്, എൻ്റെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. സർജറി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും, അതും ഫുൾ അനസ്തീഷ്യ തന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത് നമ്മൾ റിക്കവറി ചെയ്ത് നമ്മുടെ ഓർമ്മയിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് നടന്നതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ബിക്കോസ് നമ്മൾ പ്രാർത്ഥിച്ചാണ് എല്ലാ കാര്യവും ചെയ്തത്. ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് മാതാവിനോട് വളരെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മാതാവ് രക്ഷിച്ച് ഇപ്പം ഇത്രയും വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് വരണ മുന്നേ കുളിച്ച് റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് റെഡിയായി നിൽക്കുക. നമ്മൾ ജോജി ബാവ വന്നതാണ്, നല്ല വേദന. ജോജി കുട്ടാ, അമ്മയുടെ ഭാവി. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഡോക്ടർ വന്നിട്ട് എന്താ പറയണേന്ന് നോക്കട്ടെ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, വിശക്കുന്നു. ഹായ് ജോജി, ഗുഡ് ഈവനിങ്. ഫോൺ നോക്കുവാണ് ജോജി. ജോജിക്കിட்ட ഫോൺ നോക്കുക. ഫസ്റ്റ് എടുക്കുക ഞങ്ങൾ. അല്ല മോനെ, ഫസ്റ്റ് എടുക്കുവാണോ? ആന്റി എന്താ ചെയ്യുന്നത്? വാവേ? കയ്യിലെല്ലാം കുത്തി വെക്കും. രണ്ട് കട്ടിൽ കൂടെ അടുപ്പിച്ചിട്ടാണ് കിടക്കുന്നത്. സമയം ഇപ്പം എത്രയായി? സമയം 4 മണിയായി. ഭയങ്കര ക്ഷീണം, ഉറക്കം തന്നെയാണ്. സെഡേഷൻ്റെ ഇത് മാറിയിട്ടില്ല, ഭയങ്കര ക്ഷീണം. അവിടെ നോക്കി മോനെ അവിടെ നോക്കി ആപ്പിൾ ഉണ്ടാകും നോക്കി. അവിടെ പുറത്ത് ആപ്പിൾ തന്നെ ആപ്പിൾ A4 ആപ്പിൾ അവിടെ ഉണ്ടോ നോക്കി. ബാബേ A4 ആപ്പിൾ ഉണ്ടോ നോക്കി. ചേച്ചി അവിടെ നിന്ന് കാണിക്കണ്ട. ഓറഞ്ച് ആന വന്നിരിക്കുന്നു. ആന അയ്യോ ചേച്ചി ഇല്ല അവിടെ നോക്കി. ചേച്ചി ലിഫ്റ്റിൽ പോകോട്ടാ. ലിഫ്റ്റിൽ പോകും. ചേച്ചി പോകും. ചേച്ചി എന്റെ കൈ ഓനവിടെ ആന വന്നാ നോക്കിക്കേ ബാവേ. അവിടെ നോക്കിക്കേ മോനെ. അതെന്താ
ചോക്ലേറ്റാ ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് ജോജി വാ ടിക്കറ്റ് വാ ചോക്ലേറ്റ് വേണോ പിന്നെ ട്രിപ്പ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം ഹൈ ആയിട്ടില്ല ഡോക്ടർമാർ പറഞ്ഞായിരുന്നു ഇഞ്ചക്ഷൻ എടുത്ത് കഴിക്കുന്നത് അയ്യോ ചേച്ചി ഇഞ്ചക്ഷൻ കുത്തിയാലേ പൊന്നു പോലെ എന്നെ കാണിക്കില്ല ചോദിച്ചി ഇത് തൊടരുത് അയ്യോ തൊടാൻ പാടില്ല വാവേ തൊടാൻ പാടില്ല കുറച്ച് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ ചെക്ക് മെഡിസിൻ തന്നത് പെട്ടെന്ന് സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് നേഴ്സ് പോയതാ ടെമ്പറേച്ചർ പെട്ടെന്ന് ഹൈ ആയി അപ്പൊ എനിക്ക് കുറച്ചു നേരമായിട്ട് തോന്നുന്നു എനിക്ക് ഭയങ്കര ബോഡി ഷിവറിങ് പോലെ തല ഭയങ്കര വേദന തൊട്ട് നോക്കി ഭയങ്കര ചൂട് 4 മണി മുതൽ ഞാനിങ്ങനെ പറയുന്നുണ്ട് പനിയുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇപ്പൊ 6 മണിയായി ഡ്യൂട്ടി ഡോക്ടർ വന്നപ്പോൾ നേഴ്സ് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ ഉണ്ടോ നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ ഹൈ ആണ് അപ്പോൾ ഇപ്പോൾ ഫീവർ കുറയാനുള്ള മെഡിസിനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാൻ കുറച്ച് കഴിയുമ്പോൾ കുറയായിരിക്കും അങ്ങനെ ഇരിക്കുന്നു എന്താ പറയുക ഇന്നലെ സർജറി ഡേറ്റ് ആയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ സിസ്റ്റർ ബർത്ത്ഡേ ആണ് 25th അവളെ വിളിച്ച് വിഷ് ചെയ്തു ഭയങ്കര ഹാപ്പിയായി പക്ഷെ ഹാപ്പി ആകാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അവൾക്കറിയാം ഈ പറഞ്ഞ പോലെ ഇതേ ഡേറ്റിൽ ഇങ്ങനെ ഒരു സർജറി വരുന്നത് പക്ഷെ എന്താ അറിയില്ല എന്താ അങ്ങനെ ഒരു സംഭവമായിട്ട് വരുന്നതെന്ന് അറിയില്ല എനിവേ എവറിത്തിങ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അങ്ങോട്ട് എല്ലാം ബെസ്റ്റ് ആയിരിക്കും നമ്മൾ ചിന്തിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ 6:30 ആകുമ്പോൾ പ്രയറിൻ്റെ സമയമായി പ്രാർത്ഥിക്കട്ടെ ഓക്കെ ജോജി ജോജി കൂടവിടെ കൂട്ടിൻ്റെ അകത്തൊരു ആൻ്റണിയുണ്ടോ ആൻ്റണിക്ക് തീറ്റ കൊടുക്കാനാ ജോജി കിടന്ന് കരഞ്ഞിടും ആൻ്റണി ആൻ്റണി പോവല്ലേ നിന്നുടെ കയ്യിൽ നെയ്യപ്പം ഇല്ല തരില്ല നെയ്യപ്പം അയ്യോ ജോജി പറ്റിച്ചോ ആണോ ആരാണ് പാടുന്നത് കാക്കൊക്കെ ആരാ പാടുന്നത് മാമ പോട്ട് 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 പൂടവിടെ പോട്ട് 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 പൂടവിടെ കേക്ക് കേക്ക് കൂടവിടെ കേക്ക് കേക്ക് കൂടവിടെ കാക്കേ കാക്കേ കൂടവിടെ കാക്കേ 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 കൂടവിടെ കുട്ടിയുടെ അകത്ത് അയ്യോ ഒന്നും പറയണ്ട ഈ പാട്ട് പാടി കൊടുത്തല്ലാണ് ഇവർ ഉറങ്ങുന്നത് അപ്പോൾ ഞാനൊന്ന് ഫീവർ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടൊന്ന് കിടന്നതാണ് അപ്പോൾ 2 പേർക്കും കൂടെ ഒരുമിച്ച് വന്നിരിക്കണം അതിന് വേണ്ടി ഇപ്പോൾ ഇത്ര നല്ല ഇടിയായിരുന്നു ഞാൻ ഒരാളെ പിടിച്ച് ഒരു സൈഡിലാക്കി ഒരാളെ പിടിച്ച് ഇപ്പുറത്താക്കിയപ്പോൾ പറ്റില്ല അപ്പോൾ ഒരാൾക്ക് അപ്പുറത്തേക്ക് പോകണം അപ്പോൾ പഴം മേടിക്കാൻ വേണ്ടി വിട്ടതാണ് പഴം മേടിച്ച് വന്നിട്ടുണ്ട് ഒന്ന് എഴുന്നേറ്റ് കഴിക്കട്ടെ ഭയങ്കര എന്താ പറയുക തലവേദനിക്കുന്നു നല്ല പനി ഹൈ ടെമ്പറേച്ചറായിപ്പോയി അതാ
മമ്മനെ കുത്തുന്നാണ് പറഞ്ഞത്. മമ്മനെ കുത്താൻ വിളിക്കണേ സിസ്റ്റർ സിസ്റ്റർ വാ ഡോക്ടർ കുത്താൻ. മമ്മക്ക് അറിയില്ലേ? നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? പപ്പ, മാംഗോ, കുക്കി, സ്റ്റാർ കൊച്ചിന് സ്റ്റാർ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. രണ്ടുപേരും സെക്കൻഡിൽ ഇടി പിടിക്കും. അതാണേ നോക്കി നിൽക്കിയാൽ തന്നെ ഇടി പിടിക്കും. സിസ്റ്റർ പോണേ. സിസ്റ്റർ പോട്ടെ. ബൈ. ഗുഡ് നൈറ്റ് പറഞ്ഞേക്ക് സിസ്റ്റർ. ബൈ ബൈ സിസ്റ്റർ. കൊച്ചു തുറന്നൊക്കെ തരും, സഹായിച്ചൊക്കെ തരും. ടാറ്റാ. അടച്ചോക്കൂ. മുകളിൽ കുറ്റിട്ടേക്ക്. കുറ്റിട് 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 കുറ്റിട്. അത്തല കുത്ത കട്ടുറുമ്പിനും കാത് കുത്തി. അവിടെ നിന്ന് കിട്ടി ഒരു ഏരി, ഇവിടുന്ന് കിട്ടി ഒരു ഏരി. കലകുല കല 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 കല. അത്തല കുത്തല അല്ല അത്തല കുത്തല അത്തല കുത്തല തവളാച്ചി. കട്ടുറുമ്പിനും കാത് കുത്തി. അവിടെ നിന്ന് കിട്ടി. ജോജിക്കുട്ടി വന്നില്ലേ? അത്തല കുത്തല കട്ടുറുമ്പിന്. ഞാൻ കട്ടുറുമ്പ് കളിക്കാൻ പോകും. കട്ടുറുമ്പിനും കാത് കുത്തി. അവിടെ അയ്യോ നമ്മുടെ വയറ് തൊട്ടു. ഇവിടെ നോക്കുമല്ല ചേച്ചി, നമുക്ക് ഇത് കളിക്കാം. കട്ടുറുമ്പിനും കാത് കുത്തി. അവിടെ കുത്തി ഒരു ഏരി, ഇവിടുന്ന് കിട്ടി ഒരു ഏരി. കല 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 കല. അണ്ണി ജോജി. കട്ടുറുമ്പിനും കാത് കുത്തി. അവിടെ നിന്ന് കിട്ടി ഒരു ഏരി, ഇവിടുന്ന് കിട്ടി ഒരു ഏരി. ഒരു ഏരി ഒരു ഏരി. കല 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 കല. കട്ടുറുമ്പിനും കാത് കുത്തി. അവിടുന്ന് കിട്ടി ഒരു ഏരി, ഇവിടുന്ന് കിട്ടി ഒരു ഏരി. കല 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 കല. ഞങ്ങൾക്ക് ഉറങ്ങാൻ സമയമായി. 10 മണിയായപ്പോഴത്തേക്കാണ് കാർട്ടൂൺ കളിക്കുന്നത്. എൻ്റെ ചക്കര കേട്ടോ വന്ന് കിടന്നു. നമ്മുടെ മുത്ത് കിട്ടണം. നമ്മുടെ മുത്ത് കിടന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തിങ്സ് എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചു. ഒരു ദിവസം റെസ്റ്റ് കിട്ടി. പക്ഷെ വേദന നന്നായിട്ടുണ്ട്. പെയിൻ കില്ലറൊക്കെ തന്നിട്ടുണ്ട്, മെഡിസിനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ വേറെന്താ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്താ പറയുക, അപ്പം നിങ്ങൾ ഓർക്കും ഭയങ്കര മേക്കപ്പൊക്കെ ആയിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇറങ്ങി റൂമിൽ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ 3-4 പേര് വന്ന് കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അവർ മാമിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ വന്ന് കയറിയേ ഉള്ളൂ, ഈ കോലത്തിൽ എങ്ങനെ എടുക്കാനാണ് എന്ന് പറഞ്ഞു. ബിക്കോസ് മറ്റുള്ള ആൾക്കാർ നമ്മളെ കാണുന്നത് ഒരു ആക്ട്രസ് ആണല്ലോ വന്നിരിക്കുന്നത്. അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ള മൈൻഡിലായിരിക്കും അവർ നോക്കുന്നത്. പക്ഷെ നമ്മുടെ പെയിനോ നമ്മുടെ ഫേസിൽ ഇതൊക്കെ അവർക്കത് ഫീൽ ചെയ്യത്തില്ലായിരിക്കാം. പക്ഷേ ആക്ച്വലി നമ്മളൊന്ന് ഫ്രഷപ്പായി നമ്മുടെ ഒരു സ്റ്റൈലിൽ വന്ന് നിൽക്കുമ്പോൾ കുഴപ്പമില്ല, അവർക്കൊരു ഫോട്ടോ എടുക്കാം കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആ ഊട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്കൊന്നാമത് തല കറങ്ങുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ കണ്ടല്ലോ, ആ കോലം കണ്ടല്ലോ. അപ്പോൾ
എങ്ങനെ എടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ അസുഖമുണ്ട് ഇല്ലെന്നല്ല, അസുഖമുണ്ട്, വേദന ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഫേസിൽ കാണിക്കാതിരിക്കുന്നതാണ് ഉചിതം. എൻ്റെ അഭിപ്രായം അതാണ്. എൻ്റെ മനസ്സിൽ തോന്നുന്ന എപ്പോഴും അതാണ്. നമ്മൾ നമ്മുടെ വിഷമങ്ങളൊക്കെ, ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ വിഷമം പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയി. ഞാനങ്ങനെ ബേസ്റ്റ് ചെയ്തങ്ങനെ പറയാത്ത വ്യക്തിയാണ്. ഒന്നും കിട്ടാൻ പോണില്ല, അത് പറഞ്ഞെന്നോർത്ത് ഒന്നും കിട്ടാൻ പോണില്ല. കമൻസ് നെഗറ്റീവായിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവായിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ എൻ്റെ മനസ്സിലെ ഫീലിംഗ് പെട്ടെന്ന് അത് ബേസ്റ്റായി വന്നു പോയി. പിന്നെ വേറെ വിശേഷങ്ങളായിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഹെമറോയിഡ്സ് ആട്ടോ, ഫൈബ്രോയിഡ്സ് അല്ല, 2 വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെയിനുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ചെറുതായിട്ട് ബ്ലീഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. സ്ട്രെയിൻ ഇല്ല. നമുക്ക് പെയിൻ, വയറിന് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി ഫൈബ്രോയിഡ്സ് ഉള്ള കാരണം, 1-2 ഉള്ള കാരണം അത് വലിയ കുഴപ്പമില്ല എന്നുള്ളത് ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഇന്നലെ ഈവനിങ് ആണ് പറഞ്ഞത്. വലിയ കുഴപ്പമില്ലാതെ യൂട്രസിൻ്റെ അടുത്തുള്ളതാണെങ്കിലും വലിയ കുഴപ്പമില്ല. അത് വളർന്നാൽ മാത്രമേ ഉള്ളൂ പിന്നെ പ്രശ്നം, അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇപ്പോൾ പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ ഇപ്പോൾ തൽക്കാലം ഹെൽത്ത് വൈസും കാര്യങ്ങളെല്ലാം ചെക്കപ്പ് ചെയ്ത് കുഴപ്പമില്ല. അപ്പോൾ സ്കാനിങ് എല്ലാം ചെയ്തു. പിന്നെ എനിക്ക് ചെറുതായിട്ട് ഒന്ന് മുട്ടടിച്ച് വീണിട്ടുണ്ട്, ബാക്കിലൊരു സിവിയർ പെയിനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്നലെ സ്കാനൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആസ് ഇഫ് നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ എല്ലാം അസുഖങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അസുഖങ്ങളും വരും, അതെല്ലാം ശരിയാണ്. എന്നാലും നമ്മളതൊന്നും പുറത്ത് കാണിക്കാതെ നമ്മുടെ മുഖത്ത് ചിരി കാണിച്ച് രാവിലെ പ്ലസൻ്റായിട്ട് എല്ലാവരും നോക്കി സ്മൈൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സോ എല്ലാവർക്കും നിങ്ങൾക്ക് എൻ്റെ എന്താ പറയുക, എൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. വ്ളോഗെന്ന് പറയാൻ പറ്റില്ല, അതെന്തോ ആയിക്കോട്ടെ. എൻ്റെ മനസ്സിലെ കാര്യങ്ങളും ഞാൻ ഈ ഒരു സർജറി കടന്നു പോയതിൻ്റെ ഒരു കാര്യങ്ങളും ഞാനിന്ന് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇല്ല, പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോൾ ഇടാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്കതേ പറയാനുള്ള, പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മുടെ ബേബീസ് ഓരോരുത്തർ എഴുന്നേറ്റ് വരുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞു മാവേ. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. അല്ലേ മോന്? എൻ്റെ ചക്കരമുത്താനി മോൻ്റെ 4 ദിവസത്തെ ക്ലാസ് പോയി. പറഞ്ഞിട്ട് കാര്യം, ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കേ നമുക്ക് ക്ലാസ്സിൽ വിടാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഡ്രൈവ് ചെയ്ത് എനിക്ക് തന്നെ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 1 വീക്ക് അങ്ങനെ തന്നെ പോയി. ഇപ്പോൾ 4th ഡേ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.